നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം മഴക്കാലത്ത് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടുമോ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: മഴക്കാലത്ത് മൈലേജ് കുറയോ എന്നാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനൊരു സംശയം എത്ര പേർക്കുണ്ട്? വാഹനം മഴക്കാലത്ത് മൈലേജ് കുറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ അതിനകത്ത് തന്നെയുണ്ട്. കാരണം മൈലേജ് കുറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൻ്റെ ടയർ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, അതായത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാതെ പിടിച്ചു വെക്കുക എന്നുള്ളൊരു കാരണം തന്നെ അതിനകത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം വെള്ളത്തിൽ കൂടെ ഓടുന്ന സമയത്ത്, അത് കൃത്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ വെള്ളക്കെട്ട് കാണുമ്പോൾ നമ്മൾ ആ വെള്ളക്കെട്ടിൻ്റെ അടുത്തോട്ട് നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു പിടുത്തം സ്വാഭാവികമായിട്ടും നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ടയറിൻ്റെ ഗ്രൂസിൻ്റെ ഇടയ്ക്കൂടെ ഈ വെള്ളത്തിനെ കടത്തി വിടുന്ന ആ ഒരു രീതിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്താണെങ്കിൽ അത് ശരിക്കൊരു റെസിസ്റ്റൻസ് ആണ്. ഫ്രീ ആയിട്ട് നമ്മുടെ ടയറിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും, ഈ ഒരു റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, മഴക്കാലത്ത് നമ്മുടെ സാധാരണ രീതിയിൽ കഴിഞ്ഞ് കുറച്ച് കൂടുതൽ മൈലേജ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് വളരെ സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അന്നേരം, അതായത് വാഹനം ഓടിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് എടുക്കുന്ന എയറിനകത്ത് ശരിക്കും നല്ല കോൾഡ് എയർ ആയിരിക്കും കിട്ടുന്നത്. കോൾഡ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് ഏറ്റവും കൂടുതലായിരിക്കും, ഡെൻസർ എയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും ഓക്സിജൻ്റെ അളവ് കിട്ടുന്ന സമയത്ത് വാഹനത്തിനകത്ത് ഫ്യൂവൽ ബേണിങ് കൂടുതൽ നടക്കും, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. വാഹനത്തിൻ്റെ എൻജിൻ ഔട്ട്പുട്ട് പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെ ഒരു പെർഫെക്റ്റ് എൻജിൻ ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും വാഹനത്തിൻ്റെ പവർ കുറച്ച് കൂടിയതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഈ വാഹനം ഓടിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. മഴക്കാലത്ത് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഒരു ജെർക്കിങ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പവർ കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മഴയുള്ള സമയത്ത് ഓടിച്ചാൽ കിട്ടാറുണ്ട്. പിന്നെ ആകെപ്പാടെ ഒരു റെസിസ്റ്റൻസ് പറയാനുള്ള ഈ വാട്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാനുള്ളത്. അല്ലാതെ അതർവൈസ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ മൈലേജ് കൂടുതൽ കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്ന് മാത്രം ഞാൻ ഉറപ്പ് പറയും.